സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവർക്ക് ആശ്വാസ നടപടിയുമായി റിസർവ് ബാങ്ക്. പണയം വെക്കുന്ന സ്വർണത്തിന് കൂടുതൽ മൂല്യം നൽകി സ്വർണ വായ്പാ മാനദണ്ഡങ്ങളിൽ റിസർവ് ബാങ്ക് ഇളവ് വരുത്തിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ വരെയുള്ള സ്വർണ വായ്പകൾക്കുള്ള ലോൺ ടു വാല്യൂ അനുപാതം 75% നിന്ന് 85% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മാറ്റിയത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയോജനം വരുത്തുമെന്നാണ് വിലയിരുത്തൽ. പണയം വെക്കുന്ന സ്വർണത്തിന്റെ വിലയുടെ 75% തുക മാത്രമേ വായ്പ നൽകാവൂ എന്നായിരുന്നു റിസർവ് ബാങ്കിന്റെ ചട്ടം. ഇതിനെയാണ് ലോൺ ടു വാല്യൂ എന്ന് പറയുന്നത്. ഈ നിബന്ധനയാണ് ഇപ്പോൾ 85% ഉയർത്തിയിട്ടുള്ളത്. ഇതിലൂടെ കൂടുതൽ തുക വായ്പയായി ലഭിക്കുന്നതുമായിരിക്കും. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് ഇത് 75% തന്നെ തുടരുന്നതുമാണ്. അടുത്ത വർഷം ഏപ്രിൽ 1 മുമ്പായി ധനകാര്യ സ്ഥാപനങ്ങൾ പുതിയ മാർഗരേഖ പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ 2.5 ലക്ഷം വരെയുള്ള ചെറുകിട സ്വർണ്ണ വായ്പകളെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്കാണ് റിസർവ് ബാങ്ക് ഈ ഇളവ് വരുത്തിയിട്ടുള്ളത്. കൂടാതെ സ്വർണം പണയം വെക്കുമ്പോൾ സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖയോ സത്വാങ്മൂലമോ ആവശ്യമായി വരും. പരമാവധി 1 കിലോഗ്രാം സ്വർണവും 10 കിലോഗ്രാം വരെ വെള്ളിയും മാത്രമാണ് വായ്പ വയ്ക്കാൻ അനുവദിക്കുകയുള്ളൂ. ഹാൾമാർക്ക് ചെയ്ത സ്വർണത്തിന് വായ്പകളിൽ മുൻതൂക്കവും ഉയർന്ന മാർജിനും നൽകണമെന്ന കരട് വ്യവസ്ഥയും ഒഴിവാക്കിയിട്ടുണ്ട്. വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ 7 പ്രവൃത്തി ദിവസത്തിനകം പണയം വെച്ച സ്വർണം തിരികെ നൽകേണ്ടതുണ്ട്. ലേലത്തിന് വയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രാദേശിക മാധ്യമത്തിലും ദേശീയ മാധ്യമത്തിലും ധനസ്ഥാപനം പരസ്യം നൽകേണ്ടതുണ്ട്. അടിയന്തര വ്യക്തിഗത ആവശ്യങ്ങൾക്കായി എടുക്കുന്ന സ്വർണ്ണപ്പണയ വായ്പകളുടെ കാലാവധി 12 മാസമായിരിക്കും. ഇത് പലിശയടച്ച് പുതുക്കാൻ സാധിക്കുന്നതുമാണ്. വേഗത്തിലുള്ള പണത്തിന്റെ ആവശ്യത്തിന് സ്വർണ്ണ വായ്പകളെ ആശ്രയിക്കാറുള്ളത്. എളുപ്പത്തിലും വേഗത്തിലും തന്നെ ഇത്തരത്തിലുള്ള വായ്പകൾ ലഭിക്കുന്നതുമാണ്. സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം സ്വർണ്ണ വായ്പകൾ എടുക്കുക.